ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പ്രസംഗിക്കണം എന്ന ആഗ്രഹമുണ്ട്. സഭാകമ്പം ഏറ്റവും വലിയ പ്രശ്നമാണ്. മൈക്കാണോ പ്രശ്നം, ആൾക്കാരാണോ പ്രശ്നം? തിരിച്ചറിഞ്ഞിട്ടില്ല. അറിയാത്തതാണോ പ്രശ്നം, പറയാൻ കഴിയാത്തതാണോ പ്രശ്നം? തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടും അത് നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥ. ആളുകളെ കാണുമ്പോൾ കണ്ണുകളൊക്കെ ഇരുട്ട് കയറുന്ന അവസ്ഥ. ചിലപ്പോൾ വയറിൽ നിന്ന് പൂമ്പാറ്റകൾ പറക്കുന്ന, തൊണ്ടയൊക്കെ ശ്വാസം കിട്ടാതെ കുരുങ്ങിപ്പോകുന്ന, ശ്വാസമില്ലാതെ മേലോട്ട് വലിക്കുന്ന അവസ്ഥ. ഇത് എല്ലാവരുടെയും പ്രശ്നമല്ല. എങ്കിലും പ്രശ്നമില്ലാത്തവരൊക്കെ പ്രാക്ടീസിലൂടെ അത് മാറ്റിയെടുത്തവരാണ്. അല്ലാതെ ആദ്യ വേദിയിൽ തന്നെ ധൈര്യത്തോടെ പോയി നിന്ന് ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. ഒരിക്കൽ സുകുമാർ അഴീക്കോടിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, അങ്ങ് ഏറ്റവും വലിയ പ്രഭാഷകനാണല്ലോ, അങ്ങേക്കിപ്പോൾ ഈ സഭാകമ്പം ഉണ്ടാവാറുണ്ടോ? ദിവസേന 10ഉം 20ഉം വേദികളിൽ പ്രസംഗിച്ച് നടന്നിരുന്ന സുകുമാർ അഴീക്കോടിനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴും എനിക്ക് സഭാകമ്പം ഉണ്ടാവാറുണ്ട്, ആദ്യത്തെ 1-2 മിനിറ്റ്. ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഇതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, എന്നാൽ എളുപ്പമാണ് താനും. മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ, മനസ്സ് വെച്ച് തയ്യാറെടുത്താൽ, എനിക്കിത് ആവണം, എനിക്കിങ്ങനെ പറയാൻ കഴിയണമെന്ന ഉറച്ച ബോധ്യത്തോടെ, തീവ്രമായ ആഗ്രഹത്തോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കും ആ രീതിയിൽ മാറാൻ വേണ്ടി സാധിക്കും. ജീവിതം ഒന്നേയുള്ളൂ, തെളിയിക്കാൻ അത് നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മൾ അങ്ങനെയായിരുന്നു, നമ്മൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവർ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസം വരും. ആ ഒരു ദിവസം വരണമെങ്കിൽ, അങ്ങനെ ആൾക്കാർ നമ്മളെ ഒരു മോസ്റ്റ് വാണ്ടഡ് സ്പീക്കറായി കരുതുന്ന ഒരു ദിവസം വരികയാണെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത സാഹചര്യമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ തിളങ്ങാൻ ഒരു വേദിയാണ് സ്പീക്കേഴ്സ് ക്ലബ് എന്ന് പറയുന്നത്. സ്പീക്കേഴ്സ് ക്ലബിന്റെ ഈ വേദിയിലൂടെ ഇപ്പോൾ തന്നെ ഏകദേശം 200-നടുത്ത ആളുകൾ പ്രാക്ടീസ് ചെയ്ത് മികച്ച പ്രഭാഷകരായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും അവരെവിടെയായിരുന്നു എന്നതിൽ നിന്ന് എത്രയോ ഉയരെ അവർക്ക് വളർന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. സഭാകമ്പം മാറ്റി, മൈക്കിനോടുള്ള പേടി മാറ്റി, ഓഡിയൻസിനെ കാണുമ്പോൾ അതൊരു ആവേശമായി മാറുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്പീക്കേഴ്സ് ക്ലബ്. ഇതിൽ വന്ന ആളുകളോട് നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാറ്റമുണ്ടാവാൻ നമ്മളിവിടെ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ആ ചോദ്യത്തിനുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതം വളരെ വ്യത്യസ്തമായിരിക്കും. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പുഷ്പാകരൻ വെണ്ടിച്ചാൽ.